ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര ടി20 പരമ്പര ഏറെക്കുറെ കൈവിട്ട അവസ്ഥയിൽ തന്നെയാണ് ടീം ഇന്ത്യ. മൂന്നാം ടി20യിൽ വമ്പൻ തോൽവിയാണ് ടീം ഇന്ത്യ നേരിട്ടത്. മൂന്നാം ടി20ക്ക് ശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്രസ് കോൺഫറൻസിൽ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട നിരവധി പരാമർശങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം നൽകിയിരുന്നു. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. 2026 ടി20 ലോകകപ്പിന്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസൺ പുറത്തായത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഒടുവിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടി20 മത്സരത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗംഭീർ ഇക്കാര്യത്തിൽ ആദ്യമായി തുറന്നു സംസാരിച്ചത്. സഞ്ജുവിനെ പ്ലേയിംഗ് ലെവലിൽ നിന്ന് മാറ്റിയതിനെക്കുറിച്ച് താനും സഞ്ജുവും തമ്മിൽ വ്യക്തമായ സംഭാഷണം നടന്നിട്ടുണ്ടെന്നും ആ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ ഒരിക്കലും പുറത്തുവിടില്ലെന്നുമാണ് ഗംഭീർ പറഞ്ഞത്. എന്നാൽ ടീമിന്റെ തിരഞ്ഞെടുപ്പിൽ ഒരേയൊരു മാനദണ്ഡം നിലവിലെ ഫോമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അയർലൻഡ് പരമ്പരയിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി20യിലും സഞ്ജു തുടർച്ചയായി ഒറ്റയക്ക സ്കോറുകൾക്ക് പുറത്തായിരുന്നു. അതേസമയം യുവതാരം വൈഭവ് സൂര്യവംശി അവസരം കാത്തിരിപ്പുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ടീമിന്റെ ബാലൻസും നിലവിലെ പ്രകടനങ്ങളും കണക്കിലെടുത്താണ് ഈ തീരുമാനമെടുത്തതെന്നാണ് ഗംഭീറിന്റെ പ്രതികരണം. അതേസമയം സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ ഗംഭീർ തള്ളിക്കളയുകയായിരുന്നു. സഞ്ജു ഇന്ത്യക്കായി മുൻപ് അസാധാരണ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കഴിവിൽ ടീമിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഗംഭീർ പറഞ്ഞു. നിലവിലെ ഫോം മാത്രമാണ് ഈ തീരുമാനത്തിന് പിന്നിലുള്ളത്. നല്ല പ്രകടനവുമായി തിരിച്ചെത്തിയാൽ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിൽ അദ്ദേഹത്തിനായി എപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സഞ്ജുവിന്റെ തിരിച്ചുവരവ് അസാധ്യമല്ല, മറിച്ച് അദ്ദേഹത്തിന് ബാറ്റിലൂടെ മറുപടി നൽകേണ്ട സമയമാണിപ്പോൾ. മൂന്നാം മത്സരത്തിൽ അമ്പയർ പരാജയപ്പെട്ട സാഹചര്യത്തിൽ നാലാം മത്സരത്തിൽ വീണ്ടും സഞ്ജുവിനെ ടീം ഇന്ത്യ പരിഗണിക്കാനുള്ള സാധ്യതകളും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്തായാലും സഞ്ജു സാംസണെ പറ്റി നിരാശാജനകമായ വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ കോച്ച് ഗൗതം ഗംഭീറിന്റെ പിന്തുണ സഞ്ജുവിനുണ്ടെന്നുള്ള കാര്യവും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്നും വ്യക്തമാണ്.